ചെകുത്താൻ 44. ദേവൻ ഓഫീസിലേക്ക് പോയതിനു ശേഷമാണ് ലച്ചുവിന് ശ്വാസം വീണത്. അവൾ വേഗം തന്നെ ശംഖുവിന്റെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ചു. എന്റെ നന്ദു, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഒത്തിരി ധൈര്യം സംഭരിച്ചാണ് നീ പറഞ്ഞതുപോലെ ഞാൻ ആ ചേട്ടന് ഉമ്മ കൊടുത്തത്. അത് കേട്ടതും നന്ദു ഞെട്ടി. നീ ഉമ്മ കൊടുത്തോ? എനിക്ക് വയ്യ, ബാക്കി പറഞ്ഞേ. എന്നിട്ട് എന്തുണ്ടായി? പിണക്കമൊക്കെ മാറിയോ? നന്ദു ആവേശത്തിൽ ചോദിക്കുന്നത് കേട്ട് ലച്ചുവിന് ദേഷ്യം വന്നു. ഒന്നും സംഭവിച്ചില്ല. ഉമ്മ കൊടുത്തതിൽ പിന്നെ ആ ചേട്ടന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കൂടി പറ്റുന്നില്ല. നോക്കിയാലല്ലേ അവിടെ ഇപ്പോഴും ദേഷ്യമാണോ, അത് മാറിയോ, പിണക്കം മാറിയോ എന്നൊക്കെ അറിയാൻ പറ്റൂ. അങ്ങനെ പറ, നീ നോക്കാഞ്ഞിട്ടാണ്. ഉറപ്പായും ആ ചേട്ടന്റെ ദേഷ്യം മാറിക്കാണും. നിനക്കൊന്നും നോക്കാൻ പാടില്ലായിരുന്നോ? എനിക്കെങ്ങും വയ്യ, ആകെ പെട്ട പോലെയായി. ഇതിലും ഭേദം പിണങ്ങി തന്നെ ഇരിക്കുന്നതായിരുന്നു. എന്റെ ലച്ചു, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. ഇനി എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടുമല്ലോ. ഞാനെല്ലാം ശരിയാക്കി സെറ്റാക്കി നിന്റെ കയ്യിൽ തരാം. ലച്ചുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നന്ദു ഫോൺ വെച്ചു. ഇവരുടെ ഫോൺ വിളിയെല്ലാം ശംഖുവും ഹരിയും ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. ലച്ചു ഫോൺ വെച്ചതും ശംഖു നന്ദുവിനെ വിളിച്ചു. ലച്ചു തന്നോട് സങ്കടം പറഞ്ഞതും അത് മാറ്റാനുള്ള മരുന്ന് താൻ പറഞ്ഞു കൊടുത്തതുമെല്ലാം അവൾ വിശദീകരിച്ചു. ഇപ്പോഴും ലച്ചു ദേവന് ഉമ്മ കൊടുത്തു എന്നാർക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എങ്കിലും അവരാരും തന്നെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതായി ഭാവിച്ചില്ല. അന്നത്തെ ദിവസം തെളിഞ്ഞ മുഖത്തോടെ ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ ഓഫീസിലേക്ക് കയറി വന്ന ദേവനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. തന്നെ നോക്കി നിൽക്കുന്നവർക്കെല്ലാം അവനൊരു പുഞ്ചിരിയും സമ്മാനിച്ചു. എന്തിനായിരിക്കും പെണ്ണങ്ങനെ ചെയ്തത്? ഒരുപക്ഷെ ഇപ്പോഴും താൻ പിണക്കത്തിലാണെന്ന് കരുതി പിണക്കം മാറ്റാനായിരിക്കുമോ? അവൻ അവളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സമയം വേഗത്തിൽ കടന്നുപോകാനും എത്രയും പെട്ടെന്ന് ഉച്ചയായി തിരികെ വീട്ടിലേക്ക് എത്തി അവളെ കാണാനും അവന്റെ മനസ്സ് തുടിച്ചു. ഓഫീസിലെ പണികളെല്ലാം തിരക്കിട്ട് തീർത്ത് ഉച്ചയ്ക്ക് തന്നെ ദേവൻ ഫ്ളാറ്റിലേക്ക് പുറപ്പെട്ടു. കാർ പാർക്ക് ചെയ്തപ്പോൾ തന്നെ കണ്ടു അവിടെയുള്ള കൊച്ചു പിള്ളേരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ശംഖുവിനെയും ഹരിയെയും. രണ്ടിനെയും ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ദേവൻ ഫ്ളാറ്റിലേക്ക് കയറി. മനസ്സ് നിറയെ ലച്ചുവാണ്. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. തിരികെ തറവാട്ടിലേക്ക് പോകാനായി വസ്ത്രങ്ങളെല്ലാം അടുക്കി ബാഗിൽ വെക്കുന്ന തിരക്കിലാണ്. തന്നെ ആരോ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി. വാതിലിനടുത്തേക്ക് നോക്കിയപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടത്. പെണ്ണൊന്ന് വിറച്ചു. ഈശ്വര, രാവിലെ ഉമ്മ വെച്ചതിന് വഴക്കു പറയാനാണോ? അവൾ ആകെ വിഷമിച്ചു. ചുമരിന് അടുത്തായാണ് പെണ്ണ് നിൽക്കുന്നത്. അവൾ പതിയെ ചുമരിനോടങ്ങ് ചേർന്ന് നിന്നു. അവൻ അവൾക്കരികിലെത്തിയതും അവനെ നോക്കാനാവാതെ പെണ്ണ് മുഖം കുനിച്ചു. അത് നന്ദു, അവളാ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യാൻ. പിണക്കമാണെങ്കിൽ മാറ്റാനായി അങ്ങനെ ചെയ്താൽ മതിയെന്ന് അവളാ പറഞ്ഞത്. അവൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. കുറ്റമേറ്റു പറയുന്ന കുട്ടിയെപ്പോലെ പറയുന്നത് കേട്ട് ദേവന് ചിരി വന്നു. എന്താ നന്ദു പറഞ്ഞത്? അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം. അത് പിന്നെ... വീണ്ടും അവൾ അവനെ നോക്കാതെ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്നു. മുഖത്തു നോക്കി പറ. പെട്ടെന്ന് തന്നെ പെണ്ണ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഭർത്താക്കന്മാർ പിണങ്ങിയ പിണക്കം മാറ്റാൻ ഉമ്മ വെച്ചാൽ മതിയെന്ന് നന്ദു പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവന് ചിരി വന്നു. എങ്കിലും അവൻ കഴിവതും ചിരിക്കാതെ ഗൗരവത്തിൽ തന്നെ പിടിച്ചു നിന്നു. എന്നിട്ട് എന്തു തോന്നി? പിണക്കം മാറിയോ? അറിയില്ല, അവൾ പതിയെ പറഞ്ഞു. പതിയെ അവൻ കൂടുതൽ അവൾക്കരികിലേക്ക് നീങ്ങി. അവന്റെ നിശ്വാസം അവൾക്കറിയാൻ പറ്റുന്നുണ്ട്. അവന്റെ കണ്ണുകളിലെ ഭാവം അത് അവൾ തളർത്തുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവന്റെ നോട്ടം അവളുടെ വിറയ്ക്കുന്ന ചോര ചുണ്ടുകളിൽ പതിഞ്ഞതും പെട്ടെന്ന് തന്നെ അവൻ അവളുടെ ചെഞ്ചടികളിൽ അമർത്തി ഒന്ന് ചുംബിച്ചുകൊണ്ട് അകന്നു. എന്നാൽ അവന്റെ ചുടികൾ അവളുടേതുമായി ചേർന്ന നിമിഷം തന്നെ വിപ്രാളത്തോടെ പെണ്ണ് അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കണ്ണുകളടച്ച് ഇരു കൈകൾ കൊണ്ടും തന്റെ നെഞ്ചിന്റെ ഭാഗത്തായി ഷർട്ടിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. കാതോരമായി അവന്റെ ശബ്ദം അവൾ കേട്ടു. കണ്ണുമടച്ച് എന്നെ വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ ചിലപ്പോൾ പിണക്കം മാറ്റാനായി ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യും. പെട്ടെന്നാണ് അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. കണ്ണുകൾ തുറന്നു. ഷർട്ടിലുള്ള പിടി പെട്ടെന്ന് തന്നെ അയച്ചു. അവനെ നോക്കാൻ കഴിയാതെ മുഖം കുനിച്ചു. പതിയെ പതിയെ അവളുടെ കവിളുകളിലേക്ക് രക്തം ഇരച്ചു കയറുന്നതുപോലെ ചുവന്ന് തുടുക്കുന്നത് അവൻ കണ്ടു. നാണത്താൽ ചുവന്ന് തുടുത്തു നിൽക്കുന്ന ലച്ചുവിന്റെ മുഖം. അവൻ കണ്ണെടുക്കാതെ എല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് താഴെ നിന്ന് പരസ്പരം എന്തോ പറഞ്ഞ് അടിയും വഴക്കിട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ഹരിയുടെ ശംഖുവിന്റെ ശബ്ദം കേട്ടത്. അവൻ പതിയെ ചൂണ്ടുവിരലാൽ അവളുടെ താഴത്തും ഒന്ന് പിടിച്ച് മുഖമുയർത്തി. പുഞ്ചിരിച്ചു നിൽക്കുന്ന അവന്റെ മുഖം കണ്ടതും പിണക്കമെല്ലാം മാറിയെന്ന് ലച്ചുവിന് മനസ്സിലായി. അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ദേവൻ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നന്ദു പറഞ്ഞത് സത്യം തന്നെയാണ്.
ഭർത്താവിന്റെ പിണക്കം മാറ്റാൻ ഭാര്യമാർ സ്നേഹത്തോടെ ഉമ്മ നൽകിയാൽ മതി, അവൾ ചിരിയോടെ മനസ്സിലോർത്തു. എന്തോ ഓർത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ലച്ചുവിനെ കണ്ടാണ് ഹരിയും ശംഖുവും ആ മുറിയിലേക്ക് കയറിയത്. അവളുടെ നിൽപ്പും കവിളിലെ തുടുപ്പും കണ്ടപ്പോൾ തന്നെ ദേവൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്നും അവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ട് എന്നും രണ്ടുപേർക്കും മനസ്സിലായി. ലച്ചു! ഹരി ഉറക്ക വിളിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടി. അവരെ കണ്ടതും ആകെയൊന്ന് വിളറി. ഞാൻ ബാഗ് ഒതുക്കുകയായിരുന്നു. നിങ്ങൾക്ക് വെള്ളം വേണോ? ഞാനിപ്പോൾ കൊണ്ടുവരാം. പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് ഓടി. അത് കണ്ട് ഹരിയും ശംഖുവും ചിരിച്ചുപോയി. ദേവന്റെയും ലച്ചുവിന്റെയും താലികെട്ട് നടത്താൻ പോകുന്നു എന്ന വിവരം ജഗൻ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ മുതൽ അവൻ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ആയിട്ടുണ്ട്. ബിസിനസ്സിൽ നിന്നും തനിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലായതും 2 ചേട്ടന്മാരെയും വിളിച്ച് കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചു. അവന്റെ തലയിൽ ഇപ്പോൾ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെ ലച്ചുവിനെ നേടാം. ഒടുവിൽ അവൻ ദേവനെ ഫോൺ ചെയ്തു. താലികെട്ട് നടത്താൻ തീരുമാനിച്ചല്ലേ? 100 കോടിയുടെ പുറത്ത് ആസ്തിയുള്ള വലിയ ബിസിനസ്മാനാണ്. പക്ഷെ കഷ്ടം, എന്ത് ചെയ്യാനാ? എൻ്റെ എച്ചിൽ തിന്നാനാണ് യോഗം. അവളെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഞാനും അവളും ഒരേ വീട്ടിൽ തന്നെയായിരുന്നു, ഒരേ മുറിയിൽ, ഒരേ കിടക്കയിൽ. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അവൾ സുന്ദരിയാണ്. എച്ചിലാണെങ്കിലും രുചി ഒട്ടും കുറയില്ല. ദേവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ജഗൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. മറുഭാഗത്തു നിന്ന് മറുപടി കിട്ടാത്തതും അവന് ആവേശവും കൂടി. കുറച്ചു കഴിഞ്ഞതും മറുഭാഗത്തു നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് അവന്റെ ചെവിയിലെത്തി. ഒരു കൈ അകലത്തിൽ നീ ഉണ്ടായിരുന്നിട്ടും നിന്നെ ഞാൻ തൊടാതെ കാത്തിരുന്നതാണ്. കാരണം നിന്നെ തൊടുന്ന ആ നിമിഷം തന്നെ നിന്നെ മൊത്തത്തിൽ അറിയണം എനിക്ക്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഓഫീസ് മുറിയിൽ അവളെ മുന്നിൽ കിട്ടിയപ്പോൾ അവളോട് പറഞ്ഞ വാചകങ്ങൾ. അത് കേട്ടതും ജഗൻ ദേഷ്യത്തോടെ കണ്ണുകൾ അടച്ചു. നിന്നെ ഇത് കേൾപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നീ ഇനി അവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു ചുക്കുമില്ല. നീ ഒന്ന് തൊട്ടാൽ അവൾ എച്ചിലാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിന്നെപ്പോലെ വൃത്തികെട്ട ഒരുത്തന്റെ അഴുക്ക് അവളുടെ ദേഹത്ത് പറ്റി അതവൾ കഴുകിക്കളഞ്ഞു, അത്രയേ ഞാൻ കരുതൂ. അല്ലാതെ നിന്നെപ്പോലെ ഒരു ചാവാലി പട്ടി അവളെ കടിച്ചാൽ അവൾക്കൊരു ചുക്ക് സംഭവിക്കില്ല. അതുകൊണ്ട് മേലിൽ ഇമ്മാതിരി തറപ്പരിപാടിയുമായി എൻ്റെ മുന്നിൽ വന്നേക്കരുത്. നിന്നെ കൊന്നുകളയാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കേസും വരാതെ നോക്കാനും അറിയാം. പക്ഷേ നീ എനിക്ക് വെറുമൊരു പുഴുവാണ്. നിന്നെയൊക്കെ പറ്റി ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. അതുകൊണ്ടാണ് നിനക്ക് ആയുസുള്ളത്. നീയായിട്ട് അത് കുറയ്ക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ ഫോൺ കട്ട് ചെയ്തു. തുടരും.